ഒരു കട അടച്ചുകൊണ്ടൊരു പ്രതിഷേധ കൺവെൻഷൻ നടത്താൻ തീരുമാനിച്ചിരുന്നു. ചെർപ്പശ്ശേരിയിലെ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ മുഴുവൻ കടകളും അടച്ചുകൊണ്ട് ഒരു പ്രതിഷേധ കൺവെൻഷൻ നടത്താൻ തീരുമാനിച്ചിരുന്നു. അത് ഞങ്ങൾ മാറ്റിവെച്ചു എന്ന് അറിയിക്കാനാണ് ഇത്തിരി പെട്ടെന്ന് ഞങ്ങൾ നിങ്ങളെ വിളിച്ചത്. മാറ്റിവെക്കാനുണ്ടായ കാരണം ഇന്ന് രാവിലെ 10 മണിക്ക് അധികൃതർ നമ്മളുമായി ഒരു ചർച്ചയ്ക്ക് തയ്യാറാകുകയും ആ ചർച്ചയിൽ 10-ാം തീയതി ബസ്സുകാരുടെ ഒരു മീറ്റിംഗ് വിളിക്കുകയും അതിനുശേഷം എല്ലാവരുടെയും സംയുക്തമായി ഒരു മീറ്റിംഗ് വിളിച്ച് നമ്മളുമായി നമ്മളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് ഒരു പരിഹാരം കാണാൻ ശ്രമിക്കുക എന്നുള്ളൊരു വാക്കും ഉറപ്പും അവരിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ ഒരു കടുത്ത നടപടിയിലേക്ക് പോകരുത് എന്നുള്ളൊരു റിക്വസ്റ്റ് കൂടി വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഒരു സമരം മാറ്റി വെച്ചുകൊണ്ടുള്ളൊരു തീരുമാനം എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ അന്ന് പ്രഖ്യാപിച്ച് നിങ്ങളെല്ലാവർക്കും എയർ ചെയ്തുകൊണ്ട് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇനി നിങ്ങളുടെ ന്യൂസിൻ്റെ ടൈമിന് മുമ്പ് തന്നെ ഇത് എല്ലാവരും നിങ്ങൾ അറിയിപ്പിക്കണമെന്നാണ് പറയാനുള്ളത്. ഇന്ന് രാവിലെ 10 മണിക്കായിരുന്നു. 11 അത് പാർട്ടി ഓഫീസിൽ വെച്ചിട്ടായിരുന്നു. അത് ചർച്ച എല്ലാവരും കൂട്ടിയുള്ള ചർച്ചയൊന്നുമല്ല. ഞങ്ങളുടെ പ്രയാസങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ട് എല്ലാവരും ബസ്സും മറ്റു ഓട്ടോറിക്ഷക്കാരും എല്ലാവരൊന്നുമില്ല, വ്യാപാരികൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഞങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാൻ നമ്മളെ വിളിച്ചു, സംസാരിച്ചു. പൊതു ചർച്ച തുടങ്ങിയിട്ടില്ല. പൊതു ചർച്ച ഇനി എല്ലാവരും വിളിച്ച് ഇതൊക്കെ ഉഭയകക്ഷി ചർച്ചകളായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഞങ്ങൾക്ക് പറയാനുള്ളത് അവർ കേട്ടു. ഇനി ബാക്കിയുള്ള ആളുകളെയും വിളിച്ച് കേൾക്കും. അതാണ് പറഞ്ഞത്. 10-ാം തീയതി ഞങ്ങൾ ചിലപ്പോൾ പോയിക്കൊള്ളുന്നില്ല. അത് ബസ്സുകാരി ഓട്ടോറിക്ഷക്കാരി മാത്രമാണ്. അപ്പോൾ ഓരോ ഈ ടൗണുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഓരോരുത്തരുടെയും പ്രയാസങ്ങൾ കേട്ട് അത് നിന്ന് പരിഹാരം കാണാൻ കഴിയും എന്നുള്ള നിലക്കാണ് കണ്ടിട്ടുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനൊരു നല്ല നീക്കം ഇതിനുണ്ടായപ്പോൾ ഞങ്ങൾ സമരം മാറ്റിവെക്കണമെന്നേ ഉള്ളൂ. കാരണം ഇതുവരെ അങ്ങനെ നീക്കം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ ഒരു മാസക്കാലമായിട്ട് ഞങ്ങൾ എല്ലാ അധികൃതരടുത്തും പോയി കാര്യങ്ങളുണ്ടായിരുന്നു. രാഷ്ട്രീയക്കാരത്ത് പോയിരുന്നു, എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും പോയിരുന്നു. ആരുടെ ഭാഗത്തുനിന്നും അങ്ങനൊരു ഞങ്ങളെ വിളിക്കുകയോ ഞങ്ങളുടെ പ്രയാസം കേൾക്കുകയോ ചെയ്യുന്ന ഒരു ഔദ്യോഗിക നിലപാടുണ്ടായിട്ടില്ല. ഇന്ന് അങ്ങനെ ആളുകൾ വിളിച്ചു, നമ്മൾ ചെന്നു, സംസാരിക്കുന്നു. അത് പരിഹാരം കാണാനുള്ള ഒരു ശ്രമം അവരുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്നുള്ളത് ഞങ്ങൾ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. ഈ വെള്ളിയാഴ്ച വൈകുന്നേരമാണ് സമരം പ്രഖ്യാപിക്കുന്നത്. ഇന്ന് തിങ്കളാഴ്ച ഇപ്പോൾ സമയം ഉച്ചയ്ക്ക് രാവിലെ അത് മീറ്റിംഗ് കൂടി എന്ന് പറയുന്നു. ഇത്രയും സമയം വേണ്ടി വന്നോ ഇങ്ങനെ നിങ്ങളുടെ സമരത്തിന് അനുവദിക്കാൻ, അല്ലെങ്കിൽ സമരത്തിനോട് ചർച്ചയ്ക്ക് വേണ്ടി ഇത്ര സമയം എടുക്കേണ്ടി വന്നു? വെള്ളിയാഴ്ച വൈകുന്നേരം ആണ് ഞങ്ങളിത് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ശനിയാഴ്ച ഒരു ദിവസം കഴിഞ്ഞു. ഇത് ആളുകൾക്ക് അവരെ കാലമൊക്കെ ഉണ്ടാവുമല്ലോ. ഞായറാഴ്ച തന്നെ ഞങ്ങൾ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. ഇന്നേക്ക് ചർച്ച മാറ്റി വെച്ചത് ചർച്ചയ്ക്ക് വിളിച്ചവരുടെ കുഴപ്പമില്ല, ഞങ്ങളുടെ കുഴപ്പമാണ്. ഞാനിവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ ഞങ്ങളുടെ സംസ്ഥാന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തിരുവനന്തപുരത്തായിരുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് തന്നെ അവർ ചർച്ചയ്ക്ക് തയ്യാറായിരുന്നു. എനിക്ക് ഇവിടെ അവിടുന്ന് തിരുവനന്തപുരം എത്താൻ കഴിയാത്തതുകൊണ്ട് ഇന്ന് രാവിലേക്ക് മാറ്റി വെച്ചതാണ്. അല്ലാതെ ആരും അത് അങ്ങനെ ഒരു നിങ്ങൾ നെഗറ്റീവായിട്ട് തന്നെ കാണണ്ട. അങ്ങാടിയത്തെ ഒരു പൊതു കാര്യമാണ്. അതിനെ പോസിറ്റീവായിട്ട് കാണാൻ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു. പോസിറ്റീവായിട്ട് കാണാൻ കഴിയുള്ളൂ. ഈ നമ്മൾ നേരത്തെ കഴിഞ്ഞ പ്രസ് മീറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ നഗരസഭ വ്യാപാരികളെ വഞ്ചിച്ചു തന്നെയാണ് താങ്കൾ പറഞ്ഞിട്ടുള്ളത്. താങ്കൾ എത്ര പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞത് താങ്കൾ അത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത്തരത്തിലുള്ള ഇന്ന് രാവിലെ നടത്തിയൊരു ചർച്ചയിൽ ഇപ്പോഴും തീരുമാനമാകാത്തൊരു ചർച്ചയാണ് കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ എങ്ങനെയാണ് ഈ ഇത്രയും ആളുകളെ വിളിച്ചു ചേർത്ത് ഇത്രയും ഈ സംഘടനകളിൽപ്പെട്ട വ്യാപാരികളെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടന ഇത്തരത്തിലുള്ള ഒരു സമരം പിൻവലിക്കാൻ പറ്റുന്നത്? ഞങ്ങളുടെ മുഴുവൻ കാര്യങ്ങളും നിങ്ങളോട് പറയേണ്ട കാര്യം. നിങ്ങൾ കഴിഞ്ഞ പ്രസ് മീറ്റിൽ നിങ്ങൾ പറഞ്ഞല്ലോ ഇത്രയും വലിയ രീതിയിലുള്ള ഒരു സമരം നടത്തുകയാണ്, നേതാക്കന്മാർ വരുന്നു, എല്ലാ കടകളും അടയ്ക്കുകയാണ്, പ്രതിഷേധ ധർമ്മ നടത്തുന്നത്. നിങ്ങൾ പറഞ്ഞ ഒരു നിമിഷം കൊണ്ട് ചർച്ച പൂർണ്ണമാവാതെ നിങ്ങൾ ഈ സമരം പിൻവലിക്കുന്ന എന്തിന്റെ പേരിലാണ്? നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയും. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ഉത്തരം പറയും. എന്നാൽ പിന്നെ എനിക്ക് ഉത്തരം പറയില്ല. അല്ല, അത് പറ്റില്ല. അല്ല, എനിക്ക് പറഞ്ഞോടത്തേക്കില്ല. അല്ല, ചോദിച്ചാൽ മറുപടി പറയുമ്പോൾ ഇവർ കയറി പറയരുത്. പിന്നെ കയറി പറയരുത്. അല്ല, ചോദിച്ച് പൂർത്തിയാക്കിയിട്ട് എനിക്ക് പറയണ പൂർത്തിയാക്കിയിട്ട് ചോദിക്കാം. ഓക്കെ. നിങ്ങൾ ചോദിച്ചത് ഈ സമരം എന്താ പറഞ്ഞുകൂടി പറഞ്ഞില്ല. കഴിഞ്ഞ ഓർമ്മ പോയി. കഴിഞ്ഞ വെള്ളിയാഴ്ച പറഞ്ഞത് ഇന്ന് ഒരു ദിവസം കൊണ്ട് എങ്ങനെ മാറ്റാൻ കഴിഞ്ഞു അല്ലേ? അതല്ലേ? ഇല്ല, അതും പറഞ്ഞു. ഞങ്ങളുടെ കമ്മിറ്റിയുടെ എല്ലാ ഘടകങ്ങളും ചേർന്നെടുത്ത തീരുമാനമാണ്. എല്ലാ ഘടകങ്ങളും ഞങ്ങൾ ഈ സമരം പ്രഖ്യാപിച്ചത് ചെർപ്പശ്ശേരിയിലെ മുഴുവൻ കച്ചവടക്കാരുടെയും മീറ്റിംഗ് വിളിച്ചിട്ടാണ്. അതിൽ പ്രാധാന്യം കൊടുത്തത് പഴയ ബസ് സ്റ്റാൻഡിന് പരിസരത്തുള്ള കച്ചവടക്കാരനെ ആണ് ഞങ്ങൾ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. അവരെ വിളിച്ചിട്ടാണ് ഞങ്ങൾ ഈ സമരം പ്രഖ്യാപിച്ചത്. ഇന്ന് ഈ ചർച്ചയ്ക്ക് പോകുന്നതിന് മുമ്പേ ഞങ്ങൾ അവരെ വിളിച്ച് അവരുടെ അഭിപ്രായം നോക്കിയിട്ടാണ് പോയിട്ടുള്ളത്. തിരിച്ചു വന്നിട്ട് ഇന്നതാണ് അവിടുത്തെ തീരുമാനം വീണ്ടും ആ കച്ചവടക്കാരെ വിളിച്ച് അഭിപ്രായം നോക്കിയിട്ടാണ് പിൻവലിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ എങ്ങനെ പ്രവർത്തിക്കേണ്ടത് നിങ്ങൾ പറഞ്ഞല്ല, അത് ഞങ്ങൾക്കറിയാം. സംഘടനാ പ്രവർത്തനം നടത്താൻ നിങ്ങൾ ഞങ്ങൾക്ക് പഠിപ്പിച്ചല്ല, ഞങ്ങൾക്ക് പഠിക്കാം. അതന്നെയാണ് നിങ്ങളാണ് പറഞ്ഞത്. നിങ്ങൾ ചോദ്യം എന്താണ് ഞങ്ങൾക്കറിയാം.
നിഖിലെ അല്ല നിഖിലെ ഞാൻ വെറുതെ പറയുന്നല്ല. നിനക്ക് ആവശ്യം എന്നാ ആ ചോദിച്ചില്ല. നിങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു 7-ാം തീയതി, അതായത് നാളെ സമരം നടത്തുകയാണ്. വലിയ രീതിയിലുള്ള സമരമാണ്. നിങ്ങളുടെ പൂർണ്ണമായ സഹകരണം ഉണ്ടാവും. ഞങ്ങൾ പൂർണ്ണമായ സഹകരണം ഉണ്ടാവും. ഇപ്പൊ നാളെ നടത്താണിച്ചാലും നമ്മൾ കൂടും. നിങ്ങൾ സമരം നടത്തുന്നത് നമ്മൾ ആഹ്വാനം ചെയ്യല്ല. പക്ഷെ ഇത്തരത്തിലുള്ള 2 രാവിലെ കൂടിയ ചർച്ചയിൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ല. ഈ തീരുമാനമാവാതെ എങ്ങനെയാണ് ഈ സമരം പിൻവലിക്കാൻ കഴിയുന്നതാണ് എന്റെ ചോദ്യം. അത്രേ ഉള്ളൂ. ഉത്തരം പറഞ്ഞ കഴിഞ്ഞ 30-ാം തീയതി മെയ് 30-ാം തീയതിയാണ് ഈ ട്രാഫിക് പരിശോധന ഇവിടെ വന്നത്. കഴിഞ്ഞ 31-ാം തീയതി മുതൽ ഞങ്ങൾ ഈ കാര്യവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പ്രവർത്തനങ്ങൾ മുഴുവൻ നിങ്ങൾ അറിഞ്ഞും അറിയാതെയും ഒരു ദിവസം ഇടവിടാതെ എവിടേക്കാണോ ഞങ്ങൾ ചെന്നാൽ ഞങ്ങൾക്കൊരു സഹായം കിട്ടുക അവിടെയൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ട്. ആരും ഞങ്ങളൊരു ചർച്ചയ്ക്കും വിളിച്ചിട്ടില്ല. ഇതൊരു പ്രശ്നമല്ലാന്നാണ് പറഞ്ഞത്. ഇത് 4 കച്ചവടക്കാർക്ക് മാത്രമേ പ്രശ്നമുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ ബാക്കിയുള്ളവർക്കും സൗകര്യമുണ്ട്. ഞങ്ങൾക്ക് മാത്രം ഉണ്ടെങ്കിൽ തന്നെ പ്രശ്നമുള്ളൂ. മറ്റ് കച്ചവടങ്ങൾ ഇവിടുന്ന് പോയിട്ടില്ല. ഇവിടെയുള്ള കച്ചവടം അവിടെ കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെയാണ് എല്ലാവരും, ഞങ്ങൾ ആരും പേരെടുത്ത് പറയുന്നില്ല, എല്ലാവരും അങ്ങനെ പറഞ്ഞു. ഈ ഒരു മാസക്കാലം ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു ഇവിടെ പോയ കച്ചവടം അവിടെ പോയിട്ടില്ലാന്ന്, അവിടെ കിട്ടുന്നില്ലാന്ന്. ചെറുപ്പശ്ശേരിയുടെ കച്ചവടം മറ്റ് ടൗണുകളിലേക്ക് പോവുകയാണെന്ന്. ആ അവസ്ഥയിലാണ് ഞങ്ങൾ സമരം പ്രഖ്യാപിച്ചത്. ഞങ്ങളെ ആരും കേൾക്കാൻ തയ്യാറാവാത്തതുകൊണ്ട് ഇന്ന് ഞങ്ങളെ കേൾക്കാൻ തയ്യാറായി. ആ കേൾക്കാൻ തയ്യാറായാൽ പിന്നെ അതിനൊരു എതിർ ശബ്ദമുണ്ടാക്കി പോകലല്ല, വ്യാപാരി വ്യവസായ ഏകോപന സമിതിക്ക് അഭികാമ്യം എന്ന് ആലോചിച്ചിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ഞങ്ങളൊരു സമര സംഘടനയല്ല. ഞങ്ങളൊരു ഉപജീവനത്തിന് വേണ്ടി ഒരുമിക്കുന്നൊരു ആളുകളാണ്. ആ ഉപജീവനത്തിന് പ്രശ്നം വരുമ്പോൾ നാട്ടിലെ ഒരു സംവിധാനത്തോട് വെല്ലുവിളിച്ചിട്ടല്ല അത് ചെയ്യേണ്ടത് ഞങ്ങൾക്കറിയാം. പക്ഷെ എന്തിനാണ് അത് ചെയ്തത്? ഞങ്ങളൊരു മാസക്കാലം ഇത്തരത്തിൽ ദയാഹർജികളും അഭ്യർത്ഥനകളുമായി ഇവിടുത്തെ എല്ലാവരുടെയും അധികൃതർ എല്ലാവരുടെയും മുമ്പിൽ പോയി. അത് രാഷ്ട്രീയ പാർട്ടി വ്യത്യാസമില്ലാതെ എല്ലാവരുടെയും പോയി. അവർക്ക് ആർക്കും ഞങ്ങളെ കേൾക്കാൻ തയ്യാറായിരുന്നില്ല. പക്ഷെ ഇന്ന് ഞങ്ങളെ കേൾക്കാൻ തയ്യാറായി എന്നുള്ളത് ഞങ്ങൾ പോസിറ്റീവായിട്ട് കാണുന്നു. എന്തായാലും കുഴപ്പം. ഇത് അവർ അങ്ങനെ പോസിറ്റീവ് നടപടി നമ്മളോട് അനുകൂലമായിട്ട് എടുക്കുമ്പോൾ അതിനോട് പുറംതിരിഞ്ഞ് നിൽക്കാനല്ല മര്യാദ എന്നാണ് ഞങ്ങൾ പഠിച്ചിട്ടുള്ളത്. അത് കൃത്യമായി സംഘടനാ ഘടകങ്ങളിൽ ഞങ്ങൾക്ക് ചേരാൻ കഴിയുന്ന ആളുകളെ ഒക്കെ വിളിച്ചു ചേർത്ത് കൂട്ടായി എടുത്ത തീരുമാനമാണ്. നിങ്ങൾ ഉദ്ദേശിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം ഇതൊരു കമ്മിറ്റി മാത്രമോ അല്ലെങ്കിൽ വ്യക്തി മാത്രമോ എടുത്ത തീരുമാനമാണോ എന്ന് അറിയാനാവും. അങ്ങനെ താല്പര്യമുള്ള സാധ്യതയോടാണ് ഞാൻ നേരത്തെ അങ്ങനെ പ്രതികരിച്ചത്. ഇത് കൃത്യമായി ഞങ്ങൾക്കറിയാം. ഇതിൽ പല താല്പര്യങ്ങളും പല ഉള്ള ആളുകളും ഇതിലും അകത്തും പുറത്തൊക്കെ ഉണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ചെപ്പശ്ശേരിയിലെ കച്ചവടക്കാരൻ്റെ ഉപജീവനം മാത്രമേ പ്രശ്നമുള്ളൂ. അതിന് ഈ ഒരു ചർച്ചയിലൂടെ പരിഹാരം ആവുമെങ്കിൽ എന്താ കുഴപ്പം? ഒരാഴ്ച കൂടി ക്ഷമിച്ചാൽ പോരെ. ഞങ്ങൾ അത് ബസ് ഇതാ പറയുന്നത്, ഞങ്ങളല്ല ഇതിൽ പ്രയാസം. ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്ഥാപനം അങ്ങോട്ട് എടുത്ത് മാറ്റാൻ കഴിയില്ല. ഞങ്ങളുടെ സ്ഥാപനം സോളിഡാണ്, അവിടെ നടക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. പൂർത്തിയാക്കട്ടെ. നിങ്ങൾ ഇങ്ങനെ ചോദ്യം ചോദിച്ചാൽ എനിക്ക് കാര്യം പറയുമ്പോൾ പറയാൻ അനുവാദം തരണം. ഞങ്ങളുടെ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് സോളിഡാണ്, അവിടെ നടക്കാനോ ഉരുട്ടാനോ മാറ്റാനോ കഴിയില്ല. ഈ പ്രശ്നത്തിൽ ഏറ്റവും നമ്മൾ വിശ്വാസത്തിലെടുക്കേണ്ടതും ഇതിനെ പരിഹരിക്കാൻ നമ്മൾ സഹകരിക്കേണ്ടതും ബസ്സുകാരാണ്. അവരെ വിളിച്ച് സംസാരിക്കുമ്പോൾ അവരുടെ പ്രയാസങ്ങൾ അവർ പറയും. അപ്പോൾ അവരുടെ പ്രയാസങ്ങളും ഓട്ടോറിക്ഷക്കാരുടെ പ്രയാസങ്ങളും എത്ര കണ്ട് ദൂരീകരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയും. അത് അവരുടെ കേൾക്കുമ്പോഴല്ലേ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അല്ലാതെ ഞങ്ങൾ പിടിവാശി പിടിച്ചിട്ട് നിങ്ങൾ നടപ്പിലാക്കാൻ കഴിയുന്ന കാര്യമല്ല. കാരണം ഇത് ടാക്സ് വർദ്ധിപ്പിച്ചിട്ടല്ല. ഇത് എല്ലാവരുടെയും സഹകരണം ഉണ്ടെങ്കിൽ എല്ലാവരുടെയും ഉൾക്കൊണ്ടുകൊണ്ട് ഒരു തീരുമാനങ്ങളെ നടപ്പിലാക്കാൻ കഴിയുള്ളൂ. ആർക്കും കർശനമായി ഒരു നിയമപരമായിട്ടോ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റിയ കാര്യമല്ല, അത് നടപ്പിലാവില്ല. അതുകൊണ്ടാണ് ഒരു വിശാലമായ ചർച്ചയും കാര്യങ്ങളും വേണമെന്ന് നമ്മൾ പറയുന്നത്. അല്ലാതെ നമ്മൾ ആരും വേദനിപ്പിക്കേണ്ട, ബസ്സുകാരുടെ പ്രശ്നങ്ങൾ ഉൾക്കൊള്ളണം തന്നെ നമ്മൾ പറയുന്നത്. ഇപ്പോൾ പറഞ്ഞതല്ല. ഫസ്റ്റ് ഞങ്ങൾ പിന്നെ നിവേദനം കൊടുക്കാൻ പോയപ്പോൾ പറഞ്ഞപ്പോൾ ഞാൻ അതാണ് പറഞ്ഞത്. ടൗണുമായി ഉപജീവനം നടത്തുന്ന കച്ചവടക്കാരനെയും ബസ്സുകാരുടെയും ഓട്ടോറിക്ഷക്കാരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവരുടെ എല്ലാവരുടെയും പ്രയാസങ്ങൾ ലഘൂകരിച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ, അതിപ്പോൾ എനിക്ക് പറയാൻ കഴിയില്ല. ഞാൻ പറഞ്ഞത് നടപ്പിലാവില്ല. അങ്ങനെ ഒരു വിശാല കാഴ്ചപ്പാടും കൂടി പരസ്പരം മനസ്സിലാക്കി ഉൾക്കൊണ്ടും കൂടി ഒരു തീരുമാനം വരുമ്പോഴേ അത് നടപ്പിലാക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ ഏതൊരു വിഭാഗത്തോട് ചെയ്യണം എന്ന് പറഞ്ഞാൽ നടപ്പിലാക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ബസ്സുകാരുടെയും ഓട്ടോറിക്ഷക്കാരുടെയും വ്യാപാരികളുടെ പ്രയാസങ്ങൾ ഉൾക്കൊണ്ട് ചെറുപ്പശ്ശേരി നഗരസഭ എടുക്കുന്ന തീരുമാനത്തിന് വ്യാപാരി അംഗീകരിക്കും. പൂർണ്ണമായിരിക്കുമല്ലോ. പിന്നെന്താ, ഇപ്പോൾ നഗരസഭ ഒരു മനുഷ്യന്മാർ കൂടിയ ആൾക്കാരല്ലേ, അതൊരു സാധനമല്ലല്ലോ. അവരാരും ദ്രോഹിക്കണം എന്നുള്ള ആൾക്കാരാണെന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കില്ല. അവരുടെ നിസ്സഹാവസ്ഥയും ഇപ്പം ഇന്ന് സംസാരിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ആ നിസ്സഹാവസ്ഥയിൽ ബാക്കിയുള്ള ആളുകളുടെ സഹകരണത്തോടെ തന്നെ നടപ്പിലാക്കാൻ കഴിയുള്ളൂ. അത് നടപ്പിലാക്കാനുള്ള ഒരു ചർച്ചയും വേദി ഉണ്ടാവും. ലോകത്ത് ഇതിനേക്കാൾക്ക് എത്ര വലിയ പ്രശ്നം പരിഹരിക്കുന്നുണ്ട്. അത് വിട്ടുവീഴ്ച ചെയ്യുമ്പോൾ, ഇടപെടലുകൾ ഉണ്ടാകുമ്പോൾ, എല്ലാവരും കൂടി ഇത് സംസാരിക്കുമ്പോൾ, ഒന്നോ രണ്ടോ സിറ്റികൾ ഉണ്ടാകുമ്പോൾ അങ്ങനെ തന്നെ പരിഹരിക്കാം. ഞങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ ആപേക്ഷിക്കാണ് ചോദ്യം. എന്നും ചേർത്ത് പിടിച്ചിട്ടുണ്ടോ? ചില കാര്യങ്ങൾ ചേർത്ത് പിടിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഞങ്ങൾ പ്രതികരിച്ചിട്ടുണ്ടാവും. ഇതിപ്പോൾ ഞങ്ങളെ ചേർത്ത് പിടിച്ചില്ല എന്നില്ല. ഇതിൽ ചർച്ചയ്ക്ക് ഇതിൽ അവരുടെ നിസ്സഹായാവസ്ഥയും അവരുടെ പരിമിതികളും അവർ നമ്മളോട് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഞങ്ങൾ ഈ നിലപാടെടുക്കുന്നത്.
അല്ലാതെ ഞങ്ങളോട് പ്രതികാര ബുദ്ധിയിൽ ചെയ്തു എന്ന് നമ്മൾ പറഞ്ഞില്ല. പിന്നെ പറഞ്ഞു എന്താണ് നേരത്തെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടോ? വഞ്ചിച്ചു ഞാൻ പറഞ്ഞില്ല. നിങ്ങൾ വഞ്ചിച്ചു പറഞ്ഞപ്പോൾ അങ്ങനെ പറയുന്ന കേട്ടോ ഇല്ല. അതെ അത് വേറെ ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു. നിഖിൽ മാത്രമല്ലല്ലോ ഇവിടെ ഉണ്ടായിരുന്നു. ആയിക്കോട്ടെ, നിഖിൽ മാത്രം ഇവിടെ ഉണ്ടായിരുന്നല്ലോ, അല്ലല്ലോ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ആ റെക്കോർഡിൽ കാണിച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ല. നമ്മൾ പറഞ്ഞാൽ എന്താ, നമ്മൾ ഇവിടെ 2 or 3 പ്രാവശ്യം ഈ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി പല പരിഷ്കരണങ്ങളിലൂടെ നടപ്പിലാക്കി. ആ ട്രാഫിക് പരിഷ്കരണങ്ങൾ നടപ്പിലാക്കുമ്പോൾ ഒക്കെ ഒരു വാക്ക് കൂട്ടിച്ചേർക്കും. ഇത് തൽക്കാലം നമ്മൾ നടപ്പിലാക്കുന്നു, ഇതിൽ ആർക്കെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ നമ്മൾ പുനഃപരിശോധിക്കും, നമ്മൾ ചർച്ച ചെയ്യും എന്ന് പറഞ്ഞിരുന്നു. കഴിഞ്ഞ മെയ് മാസം 30 നടപ്പിലാക്കിയ ട്രാഫിക് പരിഷ്കരണത്തിൽ അധികൃതർ പറയുന്നു ബഹുഭൂരിപക്ഷം ആളുകളും ഇതിൽ തൃപ്തരാണ്, കച്ചവടക്കാർക്ക് മാത്രമേ പ്രശ്നമുള്ളൂ, ഉണ്ടെങ്കിൽ ഞങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ആ പ്രശ്നം ഞങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിനു മുമ്പ് നടന്ന 3 സമയങ്ങളിലും പുനഃപരിശോധിച്ച പോലെ ഇത് പുനഃപരിശോധിക്കാൻ വൈകുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. അതിനെപ്പോഴും പറയണം. ഇപ്പം അതിന് ആ പുനഃപരിശോധനയ്ക്ക് തയ്യാറായി. അതോടുകൂടി ഞങ്ങൾ തൽക്കാലം ഇത് മാറ്റിവെക്കുന്നു എന്നേ പറഞ്ഞുള്ളൂ. ഇതിൽ കൂടുതൽ വ്യാഖ്യാനിക്കാൻ എനിക്ക് കഴിയില്ല, അത്രയേ ഉള്ളൂ. പഴയ സ്വർണ്ണമോർത്ത് ഇനി വിഷമിക്കേണ്ട. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഇതാ മൺസൂൺ ഗോൾഡ് എക്സ്ചേഞ്ച് ഫെസ്റ്റിവലും NRI ഫെസ്റ്റും. നിങ്ങളുടെ പഴയ സ്വർണം ഇപ്പോൾ 100% മൂല്യത്തോടെ ഒട്ടും നഷ്ടമില്ലാതെ മാറ്റിവാങ്ങാം. 1 പവന് 1000 രൂപ അധിക ലാഭവും. കൂടാതെ വെറും 5% നൽകി ഇപ്പോൾ അഡ്വാൻസ് ബുക്ക് ചെയ്യാം. ബുക്ക് ചെയ്ത ദിവസത്തെ വിലയോ വാങ്ങുന്ന ദിവസത്തെ വിലയോ ഏതാണോ കുറവ്, ആ കുറഞ്ഞ വിലയിൽ പർച്ചേസ് ചെയ്യാം. ഫ്രീ ഇൻഷുറൻസും ലൈഫ് ടൈം മെയിന്റനൻസും ഇതോടൊപ്പം ലഭിക്കുന്നു. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. പഴയത് മാറ്റി പുത്തൻ തിളക്കത്തോടെ മടങ്ങൂ.